ഇതിനു മുന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മളെ കസിനോടും ഷവോനോടാണെങ്കിൽ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പൊ നമ്മളെ ഷവോ ആണെങ്കിൽ നമ്മളെ ജീനിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, സീനിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. രണ്ടാളെ ഭാഗത്തും തെറ്റും ശരിയും ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അവ സംസാരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളെ സെവൻ ആണെങ്കിൽ എന്നാ തീരുമാനം എടുക്കേണ്ടത്, ഇനി എങ്ങനെ മുന്നോട്ട് പോകേണ്ടത്, അങ്ങനത്തെ ഒന്നും ഒരു തിരുവാട് ഉണ്ടാവില്ലേ. ഇതേ ടൈം നമ്മളെ സി ആണെങ്കിൽ നമ്മളെ മുത്തശ്ശനോട് സംസാരിക്കുന്നതായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ നമ്മളെ ജി ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഇവർ രണ്ടാളും ഇപ്പൊ ഒപ്പരം കണ്ടു കഴിഞ്ഞാൽ കീരിയും പമ്പും പോലെയാണല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ മുന്നിൽ നിന്ന് രണ്ടാളും അടി കഴിയുന്നുണ്ടാവും. സംഭവം മുത്തശ്ശന്റെ മുന്നിൽ സ്നേഹത്തോടെ നിൽക്കണം എന്ന് ഇവര് വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഇവർക്കാണെങ്കിൽ അധികം അഭിനയിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതേ ടൈം മുത്തശ്ശനും ആണെങ്കിൽ പറയൂ, നിങ്ങൾ രണ്ടാളും വെറും പൊട്ടന്മാരാണ്, നിങ്ങൾക്ക് അധികം ഒന്നും അഭിനയിച്ച് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്ന ടൈം ജി ആണെങ്കിൽ അവിടുന്ന് നൈസായിട്ട് മുങ്ങി. അപ്പൊ സി ആണെങ്കിൽ പറയും, ഓ ഈ ഒരു കുരുപ്പാണെങ്കിൽ അന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ടാണല്ലോ പോകുന്നതെന്ന്. അതേ ടൈം മുത്തശ്ശനും കൊച്ചുമോനും ആണെങ്കിൽ എന്തെല്ലോ സംസാരിച്ചിട്ട് നമ്മളെ കൊച്ചുമോനാണെങ്കിൽ മുത്തശ്ശന് ക്യാൻസർ ആണെന്നുള്ളൊരു രീതിയിൽ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട് അവർക്ക്. അത് കേൾക്കുന്ന ടൈം മുത്തശ്ശനാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ മുഖത്ത് ഒരൊറ്റ അടി കൊടുക്കും. അതേ ടൈം ആയിരിക്കും അവനും ബോധം വരുന്നുണ്ടാവുക നമ്മളെ മുത്തശ്ശന് ക്യാൻസറേ ഇല്ല എന്നുള്ളൊരു കാര്യം. അതേ ടൈം അവിടത്തേക്ക് നമ്മളെ കസിനും സെവനും എല്ലാരും വരുന്നുണ്ടാവും. നമ്മളെ കസിൻ ആണെങ്കിൽ ഇത് കേൾക്കുന്ന ടൈം അവളാണെങ്കിൽ ചോദിക്കും, മുത്തശ്ശന് ഇങ്ങനെ ക്യാൻസർ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ മുത്തശ്ശൻ ഇങ്ങനെ ആധാരങ്ങളൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ആധാരം കൈമാറൂല എന്നാ പറയാ, അടുത്ത തലമുറക്ക് കൈമാറുമെന്നെല്ലാം പറയില്ല, അങ്ങനത്തെ ഒരു സംഭവമില്ല, അങ്ങനത്തെ ഒരു വില്ല് എന്തിനാ ഉണ്ടാക്കി എടുത്തതിന് ചോദിക്കും. മുത്തശ്ശനാണെങ്കിൽ പറയൂ, ഞാൻ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യലുണ്ട്, അതുകൊണ്ടാണ് ഇതും ഞാൻ ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തേന്ന് പറയൂ. ഈ ടൈം അവളാണെങ്കിൽ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ജി അന്ന് ഡോക്ടറോട് സംസാരിച്ച ടൈം എന്ന് പറയുന്ന ടൈം ജി ആണെങ്കിൽ വന്നിട്ടാണെങ്കിൽ പറയും, ആ ഒരു സംഭവം ഞാൻ ഇങ്ങനെ പർപ്പസ്ഫുള്ളി പറഞ്ഞതാണെന്ന് പറയേ. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ടൈം സി ആണെങ്കിൽ ജീനോട് ദേഷ്യം പിടിച്ചിട്ട് പറയും, നീ ഇങ്ങനെ കള്ളം പറഞ്ഞതേനോ എന്ന് ചോദിക്കുക. അതേ ടൈം ജി ആണെങ്കിൽ ഹാ എന്നുള്ളൊരു ഭാവത്തിൽ സോറി പറയില്ല, അങ്ങനെ പറയുന്നുണ്ടാവും. അവര് രണ്ടാളും ഒന്നും രണ്ടും പറഞ്ഞിട്ട് തർക്കിക്കുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം നമ്മളെ ജി ആണെങ്കിൽ പറയും, ഞാൻ ഇനി ഇത്ര ദിവസം ടോർച്ചർ ചെയ്തതിന് ഒരുപാട് സോറി ഉണ്ട് എന്ന് പറയേ. അത് പറയുന്ന ടൈം അവന്റെ കണ്ണെല്ലാം ഇങ്ങനെ നിറഞ്ഞു വന്നിട്ടുണ്ടാവും ഒരിക്കൽ. അതേ ടൈം നമ്മളെ ഷൗ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ സീനെ വിളിച്ചിട്ട് അവിടുന്ന് പോകും. ആണെങ്കിൽ ഷൗവിനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ടാവും ഒരിക്കൽ, നീ എന്തിനാ എന്നെയും കൂട്ടിയിട്ട് വന്നേന്ന്. അതേ ടൈം ഷൗ ആണെങ്കിൽ പറയും, നീ എന്തിന്റെ ആവശ്യത്തിനാണ് നിന്റെ ബ്രദറിനോട് ഇങ്ങനെ അടിയുണ്ടാക്കുന്നത്, നീ ഒരു വീട് വിട്ട് പോയില്ലേ, അതിനുശേഷം നിന്റെ അച്ഛന്റെ കമ്പനി എങ്ങനെ നടന്നതെന്ന് നീ തിങ്കാക്കിന, ആ ഒരു കാര്യങ്ങൾ ഒക്കെ നിന്റെ ബ്രദറാണ് ചെയ്തത്, ഒരിക്കലും നിന്റെ ഗ്രാൻഡ് പേ അല്ല. നിന്റെ ഗ്രാൻഡ് പേ ആണെങ്കിൽ ഫസ്റ്റിലായി ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്തിന്, അത് സത്യം തന്നെയാണ്. പക്ഷേ അതിനുശേഷം കമ്പനി എല്ലാം മൂവ് ഓൺ ചെയ്തത് നിന്റെ ബ്രദർ മാത്രമാണ്. നിനക്കൊരു കാര്യം അറിയാം, നിന്റെ ബ്രദർ ഇപ്പം സ്ലീപ്പിംഗ് പിൽസ് കുടിച്ചിട്ടാണ് ഉറങ്ങല് എന്ന് പറയൂ. ഇതെല്ലാം കേൾക്കുന്ന ടൈം നമ്മൾ സീക്കാണെങ്കിൽ സങ്കടാവുക. മീൻസ് അത്ര വേഴ്സ് സിറ്റുവേഷനിലും ഇവന് നമ്മളെ ജീനെ സഹായിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അത് ആലോചിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഷൗ ആണെങ്കിൽ പോകാൻ നോക്കുന്ന ടൈം അവനാണെങ്കിൽ ചോദിക്കും, ശരിക്കും നിനക്ക് നിന്റെ ബ്രദർ എന്നാണ് നിന്റെ ബർത്ത്ഡേക്ക് തന്നേന്ന് കാണണ്ടേന്ന് ചോദിക്കും. എന്നിട്ട് അവനാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. അവർക്ക് അന്ന് ഇവന് ബർത്ത്ഡേക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് അവനാണെങ്കിൽ തുറന്ന് നോക്കിയിട്ടില്ലല്ലോ, ദേഷ്യം പിടിച്ചിട്ട്. ഒരാള് നമ്മളോട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ സി ആണെങ്കിൽ എന്ത് ചെയ്യും, നേരെ പോയിട്ട് ഒരു ഗിഫ്റ്റ് പരുതുന്നുണ്ടാവുമായിരിക്കും. നോക്കുമ്പോൾ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു അലമാരേന്റെ ഫോട്ടോ ആയിരിക്കും. അപ്പൊ അവനാണെങ്കിൽ അത് നോക്കിയിട്ട് അതുപോലത്തെ ഒരു അലമാര അവന്റെ മുന്നിൽ ഉണ്ടാവുമായിരിക്കും. അത് തുറന്ന് നോക്കുന്ന ടൈം അവനാണെങ്കിൽ ഷോക്ക് ആവുന്നുണ്ടാവുമായിരിക്കും. അതിൽ എന്നാ ഉള്ളതെന്ന് നമുക്കിപ്പോ കാണിച്ചു തരുന്നില്ല. അതേ ടൈം നമ്മളെ ജി ആണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് ഉറങ്ങുന്നതായിരിക്കും. അതേ ടൈം നമ്മളെ സെവൻ ആണെങ്കിൽ പോയിട്ട് അവനെ വിളിക്കുന്ന ടൈം പെട്ടെന്ന് അവൻ നെട്ടിയിട്ടാണെങ്കിൽ പറയും ഗ്രാൻഡ് പാ എന്ന് പറയേ. അപ്പൊ അവളാണെങ്കിൽ പറയും, ഗ്രാൻഡ് പാ ഇപ്പൊ ഓക്കെ ആണ്, ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് പറയും. അതേ ടൈം അവനാണെങ്കിൽ നമ്മൾ സീനെ കൊണ്ട് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയൂ, എനിക്ക് അവൻ എവിടെ ഉള്ളതെന്ന് അറിയില്ല എന്ന് പറയേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവനോട് ഓക്കെ ആണോ എന്നും ചോദിക്കുന്നുണ്ടാവും ഒരിക്കൽ. പക്ഷേ അവനാണെങ്കിൽ പറയുന്നുണ്ടാവുക, എനിക്ക് തോന്നുന്നില്ല സി ഇനി തിരിച്ചു വരും എന്നുള്ള കാര്യമായിരിക്കും. ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഷെൽഫ് തുറന്നിട്ട് എന്നാമോ കണ്ടത്, ആ ഒരു സങ്കടത്തിലാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കുടിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവും ഒരിക്കൽ. പക്ഷേ ഡ്രിങ്ക്സ് ആയിരിക്കുമല്ലോ, വേറെ എന്തോ സംഭവം കുടിച്ചിട്ട് ഇങ്ങനെ ഫിറ്റ് ആക്കുമെന്ന് പറയില്ല, ഫിറ്റ് ആയിട്ടില്ല അതുപോലെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മളെ ലൂ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനോട് പറയുന്നുണ്ടാവും, നിനക്കിങ്ങനെ ഫിറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഏതെങ്കിലും ബാറിൽ പോയിട്ട് കുടിക്കുമെന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ അവന്റെ സങ്കടങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാവും ഒരിക്കൽ, ഞാൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇങ്ങനെ ഒളിച്ചോടിക്കൊണ്ട് നിൽക്കുന്നതാണ്, പക്ഷേ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്ന
ആൾക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഞാൻ എന്തൊരു വേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അവളാണെങ്കിൽ അവനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും, അവനെ സമാധാനപ്പെടുത്താൻ. അന്നേരം അവനാണെങ്കിൽ പറയും ACG കളക്ഷൻ എന്ന് പറഞ്ഞ എന്തോ ഒരു ടോയ്സിന്റെ കളക്ഷൻ ആയിരിക്കും, അതിങ്ങനെ റെയർ ആയിട്ടേ കിട്ടുള്ളൂ. നമ്മൾ എത്ര പൈസക്കാരനാണെങ്കിൽ കൂടി അതുള്ള ടൈം നമ്മളെ കൈമിലില്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടൂല, അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. അപ്പൊ ആ ഒരു കളക്ഷൻ ആണെങ്കിൽ ഇവന്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും. അത് നമ്മളെ G കാരണമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവന് Gനോട് അത്രക്കാരും ദേഷ്യം ഉണ്ടാവുക. ആ ഒരു സംഭവം അവനിങ്ങനെ പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും ആ ഒരു കളക്ഷൻ കിട്ടാൻ ഭയങ്കര പാടാണെന്ന് പറയേ. അതേ ടൈം G ആണെങ്കിൽ പറയും അത് പാടാന്ന്, പക്ഷെ എൻ്റെ ബ്രദറില്ലേ എനിക്ക് വേണ്ടിയിട്ട് അതിന്റെ ഹോൾ സെറ്റ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയൂ. അതായിരിക്കും ആ ഒരു ഷെൽഫിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇവന് വേണ്ടിയിട്ട് ഇവന്റെ ബ്രദർ സൂക്ഷിച്ചു വെച്ച കുറെ ടോയ്സ്. അപ്പൊ G ആണെങ്കിൽ ഇവന്റെ ബർത്ത്ഡേക്ക് പൊട്ടിച്ച എല്ലാ ടോയ്സിന്റെയും സിംഗിൾ പീസ് അവനാണെങ്കിൽ ഇപ്പം വാങ്ങി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അതും ഒറിജിനൽ ആയിട്ടുള്ള പീസ് ആയിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ലൂ ആണെങ്കിൽ പറയും നിന്നെ പോലത്തെ കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ ആൽക്കഹോൾ ഒന്നും നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവന് ഐസ്ക്രീം വാങ്ങി കൊടുക്കുക. എന്നിട്ട് അവളാണെങ്കിൽ പറയൂ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിട്ട് അവനോട് മാപ്പ് പറയാം, നിനക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റബോധം നീ ക്ലിയർ ചെയ്യുക, അത്രേ വേണ്ടൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇതേ ടൈം G ആണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് അവനും ഇങ്ങനെ ഡ്രിങ്ക്സ് അടിക്കാൻ നോക്കുന്നായിരിക്കും. അതേ ടൈം 7 ആണെങ്കിൽ വന്നിട്ട് അവനോട് ഇങ്ങനെ കുടിക്കരുത്, ഞാൻ പോകുന്ന വരെങ്കിൽ നീ കുടിക്കരുത് എന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ ഇപ്പം നീ എവിടെയും പോകേണ്ട ആവശ്യമില്ല, നീ ഒരു റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ റൂംമേറ്റ് എന്ന് പറയുന്നത് C ആയിരിക്കും, അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയൂ. അതേ ടൈം അവളാണെങ്കിൽ എന്ത് ചെയ്യും, അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡ്രിങ്ക്സ് ഇങ്ങനെ തട്ടി വാങ്ങിയിട്ട് അവനെ ഇതുപോലെ പിടിച്ചിട്ടാണെങ്കിൽ പറയൂ എനിക്കൊരു കാര്യം അറിയണം, ഞാൻ നിന്റെ അസിസ്റ്റന്റ് മാത്രമാണ്, പക്ഷെങ്കിൽ എല്ലാരും വിചാരിക്കുന്നത് ഞാൻ നിന്റെ ലവർ ആണെന്നാണ്, എനിക്കറിയില്ല ഞാൻ എന്നാണെന്നുള്ള കാര്യം എന്ന് പറയേ. എന്നിട്ട് അവളാണെങ്കിൽ പോകാൻ നോക്കൂ. അതേ ടൈം അവനാണെങ്കിൽ എന്ത് ചെയ്യും, അവളിങ്ങനെ ഇതുപോലെ വെച്ചിട്ടാണെങ്കിൽ പറയൂ നീ എൻ്റെ എല്ലാന്ന്, നീ എവിടെയും പോകരുത്, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റൂല, എനിക്ക് നിന്നെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് അവള് ഇതുപോലെ ഹഗ് ചെയ്യൂ. പക്ഷെങ്കിൽ ഒരു വസ്ത്രമിടാത്ത സത്യം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം അവള് കണ്ട പകൽ സ്വപ്നമായിരിക്കും, വെറും സ്വപ്നം. അവളാണെങ്കിൽ ആ ഒരു സംഭവം ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ട് നിൽക്കലായിരിക്കും. അതേ ടൈം G ആണെങ്കിൽ വന്നിട്ട് ഇവളിതെന്നാപ്പാ ചെയ്യുന്നുള്ള ഭാവത്തിൽ അവളെ നോക്കുന്നുണ്ടാവും. നോക്കുന്ന മാത്രമല്ല അവളെ ഇതുപോലെ ഹഗ്ഗും ചെയ്യുന്നുണ്ടാവും ഒരിക്കൽ. പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ പേടിച്ചു പോകും. അവളാണെങ്കിൽ അവിടെയെല്ലാം ക്ലീൻ ചെയ്യുന്ന ടൈം മേലുള്ള ഏതൊരു ബുക്ക് എടുക്കാൻ നോക്കുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം അവനാണെങ്കിൽ അവളെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഒരിക്കൽ. എന്നിട്ട് അവളാണെങ്കിൽ ആ ഒരു ബുക്കിന്റെ ഉള്ളിൽ നോക്കുന്ന ടൈം നമ്മളെ Gയും വേറെ ഏതോ ഒരു പെണ്ണ് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാവുമായിരിക്കും. ബുക്കെല്ലാം ഒരു മാഗസീൻ ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പറും കിട്ടുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം G ആണെങ്കിൽ വന്നിട്ട് ആ ഒരു ബുക്ക് അവളെ കൈമിൽ തട്ടിപ്പറിച്ചിട്ട് അവിടെ എടുത്തു വെക്കുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ അതെന്നാ ആരാ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല. അപ്പൊ അവനാണെങ്കിൽ അവളോട് ഇങ്ങനെ പുറത്തു പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ടൈം അവൾ ഓക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. മീൻസ് അവളെ തിങ്ക് വേണമെങ്കിൽ ഞാനൊരു അസിസ്റ്റന്റ് അല്ലേ, എന്തിനാ ഇതൊക്കെ തിങ്കാക്കുന്നതായിരിക്കോ. ഇത് ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ കസിനും ഷവോ ആണെങ്കിൽ എന്തല്ലോ പറഞ്ഞിട്ട് അടിയായി കൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഒരിക്കൽ നമ്മളെ പെണ്ണിനാണെങ്കിൽ ആരെങ്കിലും ലൈൻ ഇങ്ങനെ സെറ്റ് ആക്കണം, പക്ഷെ നമ്മളെ ഷവോ ആണെങ്കിൽ അതിന് വിടുന്നുണ്ടാവൂലേ. അതേ ടൈം ആയിരിക്കും G ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ കസിന്റെ തല ഇതുപോലെ പിടിച്ചിട്ടാണെങ്കിൽ പറയുന്നുണ്ടാവും എന്നെ ഫോളോ ചെയ്യുന്ന പറയൂ. അങ്ങനെ നമ്മളെ കസിനും ഷവോ നമ്മളെ Gയും നമ്മളെ 7ഉം എല്ലാം കൂടിയിട്ട് എവിടത്തേക്കോ പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഇവരെല്ലാരും കൂടിയിട്ട് നമ്മളെ ഗ്രാൻഡ് പാന്റെ വീട്ടിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ഗ്രാൻഡ് പാന്റെ വീട് കാണാൻ തന്നെ വലിയൊരു കൊട്ടാരം പോലെ ആയിരിക്കും. അങ്ങനെ അവിടെ എത്തുന്ന ടൈം തന്നെ നമ്മളെ സീം അവിടെ എത്തിച്ച് നമ്മുടെ മുത്തശ്ശനോട് സംസാരിച്ചോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ C ആണെങ്കിൽ മുത്തശ്ശനോട് പറയും മുത്തശ്ശ ഇനി മുത്തശ്ശന്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ഞാനും കൂടി Gന്റെ കൂടെ നിന്നിട്ട് നോക്കിക്കോളൂ എന്ന് പറയും. അപ്പൊ മുത്തശ്ശനാണെങ്കിൽ ചോദിക്കും നിനക്കപ്പം ഇങ്ങനെ കാർട്ടൂണിസ്റ്റ് ആവണ്ടേന്ന് ചോദിക്കുക. അതേ ടൈം Z ആണെങ്കിൽ പറയും എനിക്കാകണം, പക്ഷെങ്കിൽ അതിനെയും കാട്ടി മുഖ്യം എനിക്കിങ്ങനെ Gനെ പോലെ ഈ ഒരു കുടുംബം നോക്കലാന്ന് പറയും. എല്ലാം കേട്ടോട്ട് നമ്മളെ Gയും അവിടെ ഉണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പറയൂ നീ അവസാനം ഒരു വലിയൊരു ചെക്കനെ പോലെ ഇങ്ങനെ അഭിനയിക്കുന്നതാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ ചെവിടി ഇങ്ങനെ പിടിച്ച് വേദനിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. C ആണെങ്കിൽ വിചാരിക്കും ഞാനിങ്ങനെ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്, ഇയാൾക്ക് ഇതെന്നാ പറ്റിയെന്ന്. ഇതിനായിരിക്കും മുത്തശ്ശൻ ഇവന്റെ ചെവിട് പിടിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം. ഇവനാണെങ്കിൽ ബിസിനസിനെ കൊണ്ട് ഒന്നും അറിയില്ല, എന്നിട്ട് അവനാണെങ്കിൽ ബിസിനസ് അറിയുന്ന വലിയ അച്ചാച്ചന്മാരെ പോലെ സംസാരിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും C
സീൻ ഇങ്ങനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്ന ടൈം നമ്മളെ ജി ആണെങ്കിൽ മറ്റു സീൻ ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം മുത്തശ്ശനാണെങ്കിൽ പറയൂ, ഇനി മുതൽ നിങ്ങൾക്കുള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ചേസ് ചെയ്തോ, അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രൊഫഷണൽ മാനേജറിനെ പുതുതായിട്ട് ഇങ്ങനെ വെക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നതായിരിക്കും. ഏറ്റവും മുത്തശ്ശനാണെങ്കിൽ പറയും, ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് 2 കുട്ടികളെല്ലാം ആകേണ്ട ടൈമായി, അതുകൊണ്ട് ഇനി കല്യാണത്തിനെ കൊണ്ടും നിങ്ങളെ ഫ്യൂച്ചറിനെ കൊണ്ടും നിങ്ങളിങ്ങനെ തിങ്ക് ആക്കിക്കോ എന്ന് പറയോ. അതായത് മുത്തശ്ശനാണെങ്കിൽ ഈ 2 പിള്ളേരെയും ഇങ്ങനെ എന്താ പറയാ ഫ്രീ ആയിട്ട് വിടുക എന്ന് പറയില്ലേ, അങ്ങനെ വിടാൻ പോകുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും ആ ഒരു മാഗസീനിൽ കണ്ട ഒരു പെണ്ണില്ലേ, ആ ഒരു പെണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. അവളെ കാണുന്ന ടൈം എല്ലാവരും മുഖത്തും മീൻസ് ഒരു ഇഷ്ടമില്ലാത്ത ഭാവം ഉണ്ടാവില്ലേ, ആ ഒരു ഭാവമായിരിക്കും. അതേ ടൈം മുത്തശ്ശനാണെങ്കിൽ പറയും, ഞാൻ ഇത്ര നേരം പറഞ്ഞ ആ ഒരു പ്രൊഫഷണൽ മാനേജർ ഇവളാണ് എന്ന് പറയൂ. ഈ ഒരു പെണ്ണാണെങ്കിൽ വന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ, പ്രത്യേകിച്ച് നമ്മളെ സെവന് ഇഷ്ടക്കേടായിരിക്കില്ല, കുശുമ്പായിരിക്കും. നമ്മളെ കസിൻ ആണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. നമ്മളെ കസിൻ ആണെങ്കിൽ ആ ഒരു പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞോട് നിൽക്കുന്ന ടൈം 7 അവിടെ ഉണ്ടാവുമായിരിക്കും. എന്നിട്ട് 7നോട് ചോദിക്കും, നീ ഇങ്ങനെ നമ്മളെ ജീന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ, നിനക്ക് എന്നാ ഇപ്പൊ പറയാനില്ലേ എന്ന് ചോദിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയൂ, നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡിന് സോൾട്ട് ആണോ വേണ്ടത് അല്ലെങ്കിൽ ഷുഗർ ആണോ വേണ്ടതെന്ന് ചോദിക്കേ. അതേ ടൈം കസിൻ ആണെങ്കിൽ പറയൂ, ഇത്ര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്ന ടൈം നീ ഇങ്ങനെ ഫുഡിനെ കൊണ്ടാണോ ചോദിക്കുന്നതെന്ന് പറയേ. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഈ ഒരു പുതിയ വന്ന പെണ്ണില്ലേ, അവളാണെങ്കിൽ കേൾക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മുടെ 7 ആണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും, ഞാൻ ഇങ്ങനെ ജീന്റെ ഗേൾ ഫ്രണ്ട് അല്ല എന്നുള്ള കാര്യം. ആ ഒരു കാര്യം കേൾക്കുന്ന ടൈം ഈ പുതിയ വന്ന പെണ്ണാണെങ്കിൽ ഷോക്ക് ആവുന്നുണ്ടാവും. ടൈം നമ്മളെ ജി ആണെങ്കിൽ അവിടെയുള്ള ഒരു സർവന്റ് ഏന്റിനോടാണെങ്കിൽ ഫുഡെല്ലാം നമ്മളെ സീക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കാൻ പറയുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു സംഭവമാണെങ്കിൽ നമ്മളെ സീ പുറത്ത് നിന്നിട്ട് കേൾക്കുന്നുണ്ടാവുമായിരിക്കും. അതായത് നമ്മളെ സീന്റെ ടേസ്റ്റ് എന്താന്നുള്ള കാര്യം നമ്മളെ ജി ഇപ്പവേ മനസ്സിലാക്കിയിട്ടെന്നല്ല, അവൻ ആദ്യം അറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് അവന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം സി അങ്ങോട്ടേക്ക് വരുന്നേരം ആ ഒരു സെർവന്റ് ഏന്റി ആണെങ്കിൽ പുറത്തേക്ക് പോയിട്ടാണെങ്കിൽ പറയൂ, നിങ്ങൾ രണ്ടാളും നിങ്ങളെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തോ, ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോകൂ. ഈ ഒരു സിറ്റുവേഷൻ അവർ രണ്ടാളും മാക്സിമം ഉപയോഗിക്കുന്നുണ്ടാവുമായിരിക്കും. രണ്ടാളും ആണെങ്കിൽ രണ്ടാളെ മനസ്സിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും ആ ഒരു പണ്ടത്തെ ബോണ്ടില് ആ ഒരു ബോണ്ടിലേക്ക് എത്തുന്നുണ്ടാവും. അവരെല്ലാരും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതായിരിക്കും. അതേ ടൈം മുത്തശ്ശനാണെങ്കിൽ ഇവരെല്ലാരും ഒപ്പമുള്ളത് കൊണ്ട് തന്നെ ഹാപ്പി ആയിരിക്കും. അപ്പൊ നമ്മുടെ ജിയും നമ്മുടെ സിയും ആണെങ്കിൽ എന്നാ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പൊ മുത്തശ്ശനാണെങ്കിൽ ചോദിക്കും, എന്നാടാ നിങ്ങൾക്ക് രണ്ടാക്കും എന്നാ പറ്റിയെന്ന് ചോദിക്കും. അതേ ടൈം ജി ആണെങ്കിൽ പറയും, ഇത് എന്റെ സീറ്റ് ആണെന്ന് പറയേ. അതേ ടൈം നമ്മുടെ സി ആണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ 7ന്റെ അപ്പുറത്ത് മാത്രമേ ഇരിക്കുള്ളൂ എന്ന് പറയോ. അപ്പൊ ഇവർ ഈ ഒരു അടി കാണുന്ന ടൈം 7 ആണെങ്കിൽ പറയും, എന്നാ പിന്നെ ഞാൻ അപ്പുറത്തെ സീറ്റിൽ പോയിട്ട് ഇരിക്കാന്ന് പറയുന്ന ടൈം ഇവർ രണ്ടാളും എന്ത് ചെയ്യും, അവൾ അവിടെ ഇരിപ്പിച്ചിട്ട് അവക്കാണെങ്കിൽ ഇങ്ങനെ ഫുഡെല്ലാം വെച്ച് കൊടുത്തിട്ട് ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇവർക്ക് രണ്ടാക്കും ഇപ്പോൾ നമ്മളെ 7നെ വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതേ ടൈം ആയിരിക്കും നമ്മളെ ഗ്രാൻഡ് പാനോട് സി ചോദിക്കുന്നുണ്ടാവുക, 7 ആണെങ്കിൽ നമ്മളെ ഫാമിലി മെമ്പർ ഒന്നും അല്ലല്ലേ എന്ന് ചോദിക്കുക. അതേ ടൈം മുത്തശ്ശനാണെങ്കിൽ ഇപ്പഴും പിന്നെ ആ ഫാമിലി മെമ്പർ അല്ലാണ്ട് അവളാണെങ്കിൽ ഇങ്ങനെ ജീന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയും. അപ്പൊ സി ആണെങ്കിൽ 7നോട് ചോദിക്കുന്നുണ്ട്, 7 നിനക്ക് ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ നോക്കിയാ. അതേ ടൈം ഈ ഒരു പുതിയ വന്ന പെണ്ണില്ലേ, അവളാണെങ്കിൽ പറയും, എന്ത് അവന്റെ ഗേൾ ഫ്രണ്ട് ആണോ ഇവള്, ഐ തിങ്ക് ഇതൊരു ഫേക്ക് ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയൂ. അപ്പൊ ഇത് കേൾക്കുന്ന ടൈം എല്ലാരും ആ ഒരു പുതിയ വന്ന പെണ്ണിനെ തന്നെ ഇങ്ങനെ നോക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ ബാൽക്കണിയിലൂടെ പോകുന്ന ടൈം ഇങ്ങനെ കേട്ടതാണെന്ന് പറയേ. അത് കേൾക്കുന്ന ടൈം മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് മുത്തശ്ശൻ നമ്മളെ ജീനോട് മുത്തശ്ശന്റെ പിന്നാലെ തന്നെ പോകാൻ പറയൂ. അതേ ടൈം 7 ആണെങ്കിൽ പറയും, മുത്തശ്ശൻ അതെല്ലാം സത്യം എന്ന് പറയുന്ന ടൈം ജി ആണെങ്കിൽ പറയൂ, നീ ഇവിടെ തന്നെ ഇരിക്ക്, ഇത് നിന്റെ കാര്യമല്ല, ഞാൻ പോയിട്ട് സംസാരിച്ചിട്ട് വരാമെന്ന് പറയും. അപ്പൊ ഈ ഒരു പുതിയ വന്ന പെണ്ണിന്റെ പേര് ലിന്ന് എന്നായിരിക്കും. അതേ ടൈം കസിൻ ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ലിന്നിനോട് ദേഷ്യം പിടിക്കാൻ നോക്കുന്ന ടൈം നമ്മളെ ലിന്നാണെങ്കിൽ നമ്മളെ കസിന്റെ വീക്ക്നെസ്സിൽ കയറിപ്പിടിക്കുന്നുണ്ടാവുമായിരിക്കും. അതായത് ഏതോ ഒരു ഡ്രാമയാ അങ്ങനെ എന്തോ സംഭവം ഇവളിങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടാവുമായിരിക്കും, കാർട്ടൂൺ പോലത്തെ എന്തോ ഒരു സംഭവം. അപ്പൊ ആ ഒരു കാർട്ടൂണിനെ കൊണ്ട് ഇങ്ങനെ പൊന്തിച്ച് പറയുന്ന ടൈം നമ്മളെ കസിൻ ആണെങ്കിൽ ഈ ഒരു ലിന്നിന്റെ വലയിൽ വീകുന്നുണ്ടാവുമായിരിക്കും. അവൾ ദേഷ്യം പിടിക്കാൻ പോയ കാര്യം വരെ അവൾ മറന്നു പോകുന്നുണ്ടാവും. ഇതേ ടൈം മുത്തശ്ശനാണെങ്കിൽ നമ്മളെ ജീനോട് പറയും, എടാ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയടാന്ന് പറയും. അപ്പൊ ജി ആണെങ്കിൽ ചോദിക്കോ, മുത്തശ്ശന് ശരിക്കും 7ന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കേ. അപ്പൊ മുത്തശ്ശനാണെങ്കിൽ പറയും, പിന്നെ ഇല്ലാണ്ട് എന്ന് പറയൂ. അതേ ടൈം ജി ആണെങ്കിൽ പറയൂ, എന്നാ പിന്നെ ആ ഒരു ലിന്നില്ലേ അവൾ ഒരിക്കൽ എനിക്ക് ഇങ്ങനെ വിട്ടു തരുമോ എന്ന് ചോദിക്കുക. അതേ ടൈം മുത്തശ്ശനാണെങ്കിൽ ചോദിക്കും, അതെന്തിനാണെന്ന് ചോദിക്കുന്ന ടൈം ജി ആണെങ്കിൽ പറയും, വേറൊന്നിനല്ല, നമ്മളെ 7നെ കുറച്ചിങ്ങനെ കുശുമ്പാക്കേണ്ടിയിട്ടാണ് എന്ന് പറയും. ഇതെല്ലാം ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ 7 ആണെങ്കിൽ നമ്മളെ യൂനോടാണെങ്കിൽ പോയിട്ട് ഈ ഒരു പുതിയ വന്ന പെണ്ണിനെ കൂടെ ഇങ്ങനെ പറയുന്നതായിരിക്കും. നമ്മളെ 7 ആണെങ്കിൽ ശരിക്കും
ശരിക്കും കുശുമ്പ് വന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളെ യു ആണെങ്കിൽ എങ്ങനെ നമ്മളെ ജീനെ വളക്കണ്ടേന്നുള്ള ഒരുപാട് ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഈ ടൈം ആയിരിക്കും നമ്മളെ കസിൻ ആണെങ്കിൽ 7 മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട്, ജിയും വരുന്നുണ്ട്, നീയും വരുന്നോ എന്ന് ചോദിച്ചിട്ട്. ആ ഒരു മെസ്സേജ് കാണുന്ന ടൈം തന്നെ നമ്മളെ ലൂ ആണെങ്കിലും എന്ത് ചെയ്യും, അവളെ കൈയും പിടിച്ചിട്ട് ഓടിച്ചാണെങ്കിൽ പറയും നിനക്ക് പറ്റിയ ഒരു അടിപൊളി സ്വിം സ്യൂട്ട് ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറയൂ. ഒരു ക്യാമ്പിങ്ങിന് പോകുക. അതേ ടൈം നമ്മളെ ജി ആണെങ്കിൽ ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് കയറുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതുപോലെ പുതപ്പ് പോലത്തെ പുതപ്പല്ല ടവൽ ഇട്ടിട്ട് വരുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ അവനോട് ചോദിക്കും, ജി നിനക്കിങ്ങനെ ബിക്കിനി ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഡ്രാമ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മറന്നു പോകാണ്ട് കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും